സംയുക്ത പാർലമെന്റ് സമിതിയുടെ അംഗീകാരം ഈ വഖഫ് ഭേദഗതി ബില്ലിന് ലഭിച്ചിരിക്കുന്നത് 16 എംപിമാർ അനുകൂലിച്ചപ്പം 10 പേര് എതിർത്തു. അതിൻ്റെ പേരിലാണ് ഈ വഖഫ് ഈ ഭേദഗതിക്ക് ഇപ്പോൾ ഈ അനുകൂല നിലപാട് സംയുക്ത പാർലമെന്റ് സമിതി നൽകിയിരിക്കുന്നത്. ഇതിൽ എന്തുകൊണ്ടാണ് ഈ ഭേദഗതി, അതായത് പ്രതിപക്ഷം മുമ്പോട്ട് വെച്ച ചില നിർദ്ദേശങ്ങളുണ്ടല്ലോ, ആ നിർദ്ദേശങ്ങളുടെ തള്ളിക്കളയുകയാണ് ചെയ്തത്. എന്തുകൊണ്ടാണ് തള്ളിക്കളയേണ്ട സാഹചര്യം? അത് കൃത്യമായി ജനങ്ങൾക്ക് ഹിതമല്ലാത്തത് കൊണ്ട് തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ്. ഈ കുറേ നാളുകളായി മുനമ്പത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടത് മുനമ്പത്തുകാരുടെ നിലവിളിയാണ്. വഖഫ് ഒരു ദിവസം അവരുടെ സ്വത്തുക്കൾ മുഴുവൻ വഖഫ് ബോർഡ് എന്ന് പറയുന്ന ഒരു സംവിധാനം കൊണ്ടുപോയി എന്നുള്ളത്. ഈ ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്താണ് ഇത്തരം ഒരു ബോർഡ് രൂപീകരിച്ചുകൊണ്ട് മുസ്ലിങ്ങളുടെ സ്വത്ത്, ഹിന്ദുക്കളുടെയും മറ്റ് സമുദായക്കാരുടെയും എല്ലാം മുസ്ലിങ്ങളുടെ സ്വത്ത് സംരക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരമൊരു ബോർഡ് ഉണ്ടാക്കിയത്. അവർക്ക് ഏത് തരത്തിലും മറ്റുള്ളവരുടെ സ്വത്ത് അള്ളാഹുവിന് കൊടുക്കാം എന്നുള്ളൊരു നിലപാട്. ഇപ്പോൾ രാവിലെ എണീക്കുമ്പോൾ എൻ്റെ വീടിൻ്റെ മുന്നിൽ ഒരു ബോർഡുണ്ട്, ഇത് വഖഫിൻ്റെ സ്വത്താണ്, പിന്നെ എനിക്കിവിടെ കരമടയ്ക്കാനോ അതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യത്തിനോ പറ്റില്ല എന്നുള്ളതാണ്. ഞാൻ അതുവരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ എൻ്റെ സമ്പാദ്യമെല്ലാം വഖഫ് കൊണ്ടുപോയി. അതൊരു ഭൂതമായിരുന്നു. ഒരു മനുഷ്യൻ്റെ മുഴുവൻ സ്വത്തുക്കൾ അല്ലെങ്കിൽ അവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് മുഴുവൻ കൊണ്ടുപോകുന്ന ഒരു ഭൂതം. ആ ഭൂതത്തെ പിടിച്ചു കെട്ടാൻ കേന്ദ്രം തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള സന്തോഷകരമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ മുസ്ലിം ജനവിഭാഗത്തിൽ അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായി അള്ളാഹുവിനെ സമർപ്പിക്കുന്ന ഭൂമിയാണ് നിഷ്കളങ്കമായി പറഞ്ഞാൽ വഖഫ് എന്ന് പറയുന്നത്. അവർക്ക് ഇപ്പോൾ ഒരാൾക്ക് ഞാനൊരു മുസ്ലിമാണ് എങ്കിൽ എനിക്ക് എൻ്റെ സ്വത്തുക്കൾ എൻ്റെ കാലശേഷം അനുഭവിക്കാൻ ആളില്ല, അതുകൊണ്ട് ഞാനിത് അള്ളാഹുവിന് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിത് വഖഫിന് നൽകുകയാണ്. അതിന് നമുക്കൊരു ന്യായമുണ്ട്. വഖഫിന്റെ ഇതിന്റെ ഒരു അപകടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആജീവനാനന്ദകാലം മുഴുവൻ അത് വേറൊരാൾക്ക് ക്രയവിക്രയം ചെയ്യാൻ വേണ്ടിയിട്ടോ വിൽക്കുന്നതിനോ പറ്റില്ല. കുത്തകയായിട്ട് തന്നെ അവർ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. എന്തായാലും ഈ PFI എന്ന് പറയുന്ന നിരോധിത സംഘടനയുണ്ട്. 2022 സെപ്റ്റംബറിൽ കേന്ദ്ര സർക്കാർ നിരോധിച്ച ഒരു സംഘടനയാണ് ഈ PFI. PFIക്ക് ഇന്ത്യയിലുടനീളം വസ്തുവകകളുണ്ട്. ഈ വസ്തുവകകളൊക്കെ ഈ നിയമം വെച്ചപ്പോൾ കേന്ദ്രം പിടിച്ചെടുക്കാൻ പോവുകയാണ്. PFIക്ക് പണം വരുന്നത് ഈ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണെന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നാണെന്നും ഒക്കെയുള്ള വാർത്തകൾ, കർഷക സമരത്തിൽ തന്നെ PFI ഇറക്കിയ ഫണ്ടുകൾ കർഷക സമരം ഉണ്ടാക്കാനായി അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെതിരെ അത് വലിയ രീതിയിൽ പ്രക്ഷോഭം ഉണ്ടാക്കാനായി PFI നടത്തിയ തന്ത്രങ്ങളൊക്കെ നമ്മൾ കണ്ടതും കേട്ടതുമാണ്. അതിനൊപ്പം ഈ PFI അനധികൃതമായി ഉണ്ടാക്കിയെടുത്ത സ്വത്തുവകകളൊക്കെ ഇപ്പോൾ പിടിച്ചെടുക്കാനുള്ള നീക്കത്തിലാണ് കേന്ദ്രം എന്ന് പറയുന്നത്. അപ്പോൾ വഖഫ് ഇപ്പോൾ തിരിച്ചടിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് പുറത്തു വരുന്നത്. ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നത് മുസ്ലിങ്ങളല്ലാത്ത 2 പേരും വനിതാ അംഗങ്ങളും സമിതിയിൽ വേണമെന്ന ഭരണപക്ഷം മുന്നോട്ട് വച്ച 14 ഭേദഗതികൾ ഇന്നലെ ചേർന്ന JPC യോഗത്തിൽ അംഗീകരിച്ചിട്ടുണ്ട്. ഈ ഭേദഗതിയോടെ അന്തിമ റിപ്പോർട്ട് ജനുവരി 31 സമർപ്പിക്കാനാണ് JPC അധ്യക്ഷനും BJP MPയുമായ ജഗദംബിക പാലിൻ്റെ ശ്രമം. റിപ്പോർട്ട് അന്തിമമായി അംഗീകരിക്കാൻ JPC വീണ്ടും ചേരും. ഓരോ ഭേദഗതി നിർദ്ദേശവും വിശദമായി ചർച്ച ചെയ്യാനായി ജഗദംബിക പാൽ വിശദമായി ഇത് ചർച്ച ചെയ്യുന്നവർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഭരണപക്ഷത്തിൻ്റെ ഭേദഗതികൾക്ക് അനുകൂലമായി 16 വോട്ടുകൾ ലഭിച്ചു, എതിർത്ത് 10 വോട്ടുകളും. 44 ഭേദഗതികൾ കേന്ദ്ര സർക്കാർ 2024 ആഗസ്റ്റിൽ കൊണ്ടുവന്ന ബില്ലിൽ വ്യവസ്ഥ ചെയ്തിരുന്നു. അവയിൽ 14 എണ്ണത്തിലാണ് JPCയിൽ മാറ്റങ്ങൾ ഉണ്ടായത്. BJP അടക്കം NDAയിലെ MPമാർ 23 നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വച്ചത്. ഇതിലെ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, സംസ്ഥാന വഖഫ് ബോർഡുകളിൽ മുസ്ലിം അല്ലാത്ത അംഗത്തെ സിമാരായി നിയമിക്കാൻ കഴിയും. അവർക്ക് കാരണം മുസ്ലിങ്ങളാകുമ്പോൾ ഒരു ഹിന്ദുവിൻ്റെ വസ്തുവകകൾ എടുത്തു, ഞങ്ങൾക്ക് തന്നെ എന്നുള്ളൊരു ഇതുണ്ടാവുമല്ലോ മൊത്തം മുസ്ലിങ്ങളാകുമ്പോൾ. അപ്പോൾ അവിടെ മറ്റ് സമുദായത്തിലുള്ള ഒരാളെ നിയമിക്കാൻ തീരുമാനിച്ചു. ബോർഡ് അംഗങ്ങളിൽ കുറഞ്ഞത് 2 പേരെങ്കിലും അമുസ്ലിം ആയിരിക്കും. മുസ്ലിം വനിതകളെയും അംഗമാക്കാം. കേന്ദ്രമന്ത്രി, 3 പാർലമെൻറ്റ് അംഗങ്ങൾ, 2 മുൻ ജഡ്ജിമാർ, ദേശീയ പ്രശസ്തരായ 4 വ്യക്തികൾ, മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥർ എന്നിവരെ സെൻട്രൽ വഖഫ് കൗൺസിലിൽ ഉൾപ്പെടുത്തേണ്ടി വരും. ഇവർ മുസ്ലിം ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. ഭൂമി സർക്കാരിൻ്റേതാണോ വഖഫ് ബോർഡിൻ്റേതാണോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം സർക്കാർ നിയോഗിക്കുന്ന ഉദ്യോഗസ്ഥനായിരിക്കും. നിലവിൽ വഖഫ് ട്രൈബ്യൂണലിലാണ് അധികാരം. ട്രൈബ്യൂണലിൽ മുസ്ലിം നിയമങ്ങൾ അറിയാവുന്ന ഒരംഗം നിർബന്ധമായും ഉണ്ടായിരിക്കണം. ഇനി പ്രതിപക്ഷം ഇതെന്തുകൊണ്ടാണ് നിരസിച്ചത് എന്നുള്ളത് ആയിരുന്നല്ലോ ഗൗതമിൻ്റെ ആദ്യത്തെ ചോദ്യം.
നിരസിച്ച നിർദ്ദേശങ്ങൾ ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് കൂടുതൽ പ്രാതിനിധ്യം വേണം. സ്വത്ത് തർക്കം പരിഗണിക്കാനുള്ള അധികാരം വഖഫ് ട്രൈബ്യൂണലിൽ നിലനിർത്തണം. ബോർഡ് മെമ്പർമാരുടെ നിയമനം സുതാര്യമാക്കണം. വഖഫ് ബോർഡുകളുടെ സ്വയം ഭരണാവകാശം ശക്തിപ്പെടുത്തണം. ബില്ലിൻ്റെ ഉദ്ദേശം വഖഫ് സ്വത്ത് കൈകാര്യം ചെയ്യുന്നതിൽ സുതാര്യത വേണം. അനധികൃതമായ കൈവശം വയ്ക്കൽ തടഞ്ഞു പുനഃക്രമീകരിക്കുക. വഖഫ് ബോർഡുകളുടെയും സെൻട്രൽ വഖഫ് കൗൺസിലിൻ്റെയും പ്രവർത്തനത്തിൽ സുതാര്യത വേണം. സമുദായത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളായ പസ്മന്ത മുസ്ലിങ്ങൾക്കും പ്രയോജനം ഉണ്ടാകണം. അതായത് കോൺഗ്രസ് പറയുന്നത് വഖഫ് ഇങ്ങനെ തന്നെ നിലനിൽക്കണം. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി അല്ലെങ്കിൽ കുറച്ച് വോട്ട് കിട്ടാൻ വേണ്ടി കുറേ ജനങ്ങളുടെ സ്വത്ത് വകകൾ വഖഫ് എന്ന് പറയുന്ന ഒരു ഭൂതം കൊണ്ടുപോയാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല. ഞങ്ങൾക്ക് വോട്ടാണ് വേണ്ടത്. അതിന് മുസ്ലിങ്ങളെ ഒപ്പം നിർത്താൻ വഖഫിൽ ഒരഴിച്ചു പണിയും ഉണ്ടാകരുത്. അത് നാളെ രാവിലെ എണീക്കുമ്പോൾ എൻ്റെ സ്വത്ത് വഖഫിൻ്റെ എന്ന് പറഞ്ഞാൽ അത് വഖഫിന് കൊടുത്തിരിക്കണം. അവർക്ക് കുറച്ചുകൂടി അധികാരങ്ങൾ ശക്തിപ്പെടുത്തണം. ഈ മുനമ്പത്തുകാരുടെ ഈ 104 ദിവസത്തെ ആശങ്ക കേരളത്തിൽ എത്രയോ സ്ഥലങ്ങളിൽ, ഇന്ത്യയിൽ എത്രയോ സ്ഥലങ്ങളിൽ ഈ സമരങ്ങൾക്കൊക്കെ പ്രതിപക്ഷം എന്തെങ്കിലും വില, ഇപ്പം നമുക്ക് സ്വത്ത്, ഇപ്പം ഗൗതമിൻ്റെ സ്വത്ത് ഗൗതമിൻ്റെ അപ്പൂപ്പൻ ഗൗതമിൻ്റെ അമ്മയ്ക്ക് കൊടുക്കുന്നു. അമ്മയുടെ കാലശേഷം അല്ലെങ്കിൽ അമ്മ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അത് ഗൗതമിന് കിട്ടുന്നു. ഗൗതം അവിടെ ഒരു വീട്, പുതിയതായ ഒരു വീട് ലോണൊക്കെ എടുത്ത് ഒരു വീട് വയ്ക്കുന്നു. വീട് വെച്ച് 2 വർഷം കഴിയുമ്പോൾ അതിൻ്റെ മുന്നിൽ ഒരു ബോർഡാണ്. ലോൺ ഒരു 15 ലക്ഷം രൂപ ലോണുണ്ട്. ഈ ലോൺ അടച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൗതം 2 വർഷം കഴിയുമ്പോൾ ഗൗതമിൻ്റെ വീടിൻ്റെ മുന്നിൽ ഒരു ബോർഡ്, ഇത് വഖഫിൻ്റേതാണ്. അപ്പോൾ ഗൗതം ചോദിക്കണം, അപ്പോൾ ലോൺ ആരാ അടയ്ക്കണം? ലോണ് നിങ്ങൾ അടച്ചോളൂ, അത് ഞങ്ങളുടെ വിഷയമല്ല. ഈ സ്വത്തും ഈ കാര്യങ്ങളുമൊക്കെ ഞങ്ങളുടേതാണ്. ഇത് പറയുമ്പോൾ സാധാരണ മനുഷ്യൻ്റെ ഒരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കാം. അവൻ ജനിച്ചത് മുതൽ അല്ലെങ്കിൽ അവൻ ജീവിച്ചത് മുഴുവൻ അവൻ്റെ ഒരു സ്വപ്നം കെട്ടിപ്പടുത്ത ആ ഭൂമി മുഴുവൻ ഇന്നലെ വന്നു കയറി നമുക്കൊരു ബന്ധവുമില്ലാത്ത ഒരാൾ വന്ന് ഇത് അള്ളാഹുവിൻ്റെ ഭൂമിയാണ്, ഞങ്ങളിതാ കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞ് കൊണ്ടുപോയാൽ കേരളത്തെ അല്ലെങ്കിൽ ഇന്ത്യ ഒരു മുസ്ലിം രാഷ്ട്രമാക്കാനുള്ള ചിലരുടെ നീക്കത്തിൻ്റെ ആദ്യ ചവിട്ടുപടിയാണ് ഈ വഖഫ് എന്നുള്ളത് പലരും വിമർശനങ്ങൾ ഉന്നയിച്ചപ്പോൾ ആരും ചെവിക്കൊണ്ടില്ല. അത് സത്യമാണ് എന്ന് BJPക്ക് തിരിച്ചറിഞ്ഞോ BJPക്ക് മനസ്സിലായതുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിൽ ജനങ്ങൾക്ക് കൂടി സുതാര്യമാവുന്ന തരത്തിലേക്ക് ഒരു ബില്ലുമായി അവർ കടന്നു വന്നത് എന്നുള്ളതാണ്. എന്തായാലും ഏകീകൃത വഖഫ് മാനേജ്മെൻറ്റ് ശാക്തീകരണം, കാര്യക്ഷമത, വികസന നിയമം 2024 എന്ന് പുനർനാമകരണം ചെയ്യാൻ നിർദ്ദേശിച്ചിരിക്കുന്ന കരട് നിയമനിർമ്മാണം വഖഫ് സ്വത്തുക്കളുടെ ഭരണത്തിൻ്റെയും മാനേജ്മെൻറ്റിൻ്റെയും കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനെ ലക്ഷ്യമിട്ടുള്ള സമഗ്രമായ ഒരു പരിഷ്കരണം സർക്കാർ പ്രഖ്യാപിക്കുന്നുവെന്നാണ്. മുസ്ലിം സമുദായത്തിൻ്റെ മതപരമായ അവകാശങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റമെന്നാണ് ഈ ബില്ലിനെ പലരും പ്രതിപക്ഷം വിമർശിക്കുന്നത്. ഇതിലിപ്പോൾ നമ്മളിപ്പോൾ ഇതിനെ BJP ഇതിൻ്റെ ഭേദഗതി കൊണ്ടുവരുന്നപ്പോഴും ഈ സന്ദീപ് വാര്യർ പോലുള്ളവർ അതിനെ കടന്നാക്രമിച്ചത് തന്നെ ശ്രദ്ധിച്ചു. അതായത് 2013 എന്തായിരുന്നു അവരുടെ നിലപാട് ഈ വഖഫുമായി ബന്ധപ്പെട്ടിട്ട്? പെട്ടെന്ന് എന്തുകൊണ്ട് ഈ ഒരു ചുവടുമാറ്റം ഉണ്ടായി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സന്ദീപ് വാര്യർ ഉൾപ്പെടെ ഞാൻ അത് കണ്ടായിരുന്നു. ഇപ്പോൾ ജനങ്ങൾക്ക് ഇപ്പോൾ നമ്മുടെ നിലപാടുകൾക്ക് പലപ്പോഴും മാറ്റം സംഭവിക്കുന്നത് എപ്പോഴാണ്? എല്ലാ കാലത്തും ഒരേ നിലപാട് പിന്തുടരാൻ പറ്റില്ല. അല്ല, നമ്മുടെ നിലപാടുകൾക്ക് ഇപ്പോൾ എത്ര ക്രൂരനാണെങ്കിലും ഒരു സെക്കൻഡിൽ അവനിൽ മനുഷ്യത്വം ഉണ്ടാകുമെന്ന് പറയുന്നത് എപ്പോഴാണ്? എന്താ പറയുക, ഇപ്പോൾ നിലപാടുകളിൽ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് സംഭവിക്കുക. അത് മനുഷ്യനെ ദ്രോഹിക്കുന്ന തരത്തിലേക്ക് ഒരു നിയമം മാറുന്നുണ്ട് എങ്കിൽ, അവൻ്റെ ജീവിതത്തെ അത് ബാധിക്കുന്ന തരത്തിലേക്ക് ഒരു ബോർഡോ അല്ലെങ്കിൽ ചില മതങ്ങളുടെ നിയമങ്ങളോ മാറുന്നുണ്ടെങ്കിൽ അതിനെ തീർത്തും ഇല്ലാതാക്കുക എന്നത് ഏത് സർക്കാരിൻ്റെ, അഥവാ കോൺഗ്രസ് സർക്കാർ വന്നാലും BJP സർക്കാർ വന്നാലും ഏത് സർക്കാർ നിലകൊള്ളേണ്ട ഒരു സമീപനമാണ്. 2013 അത് ശരിയാണെന്ന് തോന്നിയെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചു കഴിഞ്ഞപ്പോൾ അത് ആ നിയമം അല്ലെങ്കിൽ ആ ബോർഡ് ജനങ്ങൾക്ക് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം കേന്ദ്രം ഇത്തരമൊരു നിലപാട് സ്വീകരിക്കുന്നത്. ഇത് നാളെ സന്ദീപ് വാര്യർ തന്നെ ഇപ്പൊ നിലപാട് മാറ്റി കോൺഗ്രസിലേക്ക് പോയ ഒരാളാണ്. ആ സന്ദീപ് വാര്യർക്ക് എന്ത് യോഗ്യതയാണ് ഇതിനെക്കുറിച്ച് പറയാൻ? നാളെ സന്ദീപ് വാര്യരുടെ ഭൂമി വഖഫിൻ്റെതാണെന്ന് പറഞ്ഞാൽ സന്ദീപ് വാര്യർ വിട്ടുകൊടുക്കാൻ തയ്യാറുണ്ടോ? ഇതിന് മറുപടി പറയട്ടെ. എന്നിട്ട് കേന്ദ്രത്തെ അല്ലെങ്കിൽ BJP സർക്കാരിനെ വഖഫിൻ്റെ പേരിൽ സന്ദീപ് വാര്യർക്ക് വലിയ രീതിയിൽ വിമർശനം നടത്താം.